മമ്മൂട്ടി, വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി ജിതിൻ കെ ജോസ് സംവിധാനം നിർവഹിച്ച കളങ്കാവൽ വമ്പൻ വിജയം നേടി രണ്ടാം വാരത്തിലേക്ക്. ആദ്യവാരം പിന്നിടുമ്പോഴും ചിത്രം കേരളത്തിൽ 300-ൽ പരം സ്ക്രീനുകൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഗംഭീര പ്രേക്ഷക പിന്തുണയാണ് നേടിയത് ചിത്രം കേരളത്തിൽ പ്രദർശനത്തിക്കുന്നത്. ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്ന് തിരക്കഥ രചിച്ച കളങ്കാവൽ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിച്ച ഏഴാമത്തെ ചിത്രം കൂടിയാണ്. വേഫെയർ ഫിലിംസ് ആണ് ചിത്രം കേരളത്തിൽ വിതരണം ചെയ്യുന്നത്. റിലീസ് ചെയ്ത ആദ്യ വാരത്തിൽ തന്നെ ചിത്രം 50 കോടി ക്ലബിൽ എത്തിയിരുന്നു. ഏറ്റവും വേഗത്തിൽ 50 കോടി ക്ലബിൽ ഇടം പിടിച്ച മമ്മൂട്ടി ചിത്രമെന്ന റെക്കോർഡും കളങ്കാവൽ സ്വന്തമാക്കിയിരുന്നു. ഭീഷ്മം പർവ്വതം, കണ്ണൂർ സ്ക്വാഡ്, ബ്രഹ്മയുഗം, ടർബോ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം 50 കോടി ക്ലബിൽ ഇടം പിടിച്ച മമ്മൂട്ടി ചിത്രം കൂടിയാണ് കളങ്കാവൽ. കുപ്രസിദ്ധമായ സൈനൈഡ് മോഹൻ കേസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടൊരുക്കിയ ചിത്രം ആദ്യാവസാനം പ്രേക്ഷകരെ തെല്ലടിപ്പിച്ചുകൊണ്ടാണ് ആഗോളതലത്തിൽ ബ്ലോക്ക് ബസ്റ്ററായി വിജയം തുടരുന്നത്. ചിത്രം ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ നടത്തിയ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആണ്. ദുൽഖർ സൽമാൻ നായകനായി എത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രം കുറുപ്പിന്റെ കഥ ഒരുക്കിയ ശ്രദ്ധ നേടിയ ജിതിൻ കെ ജോസാണ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് കളങ്കാവൽ. ആഗോള ബോക്സ് ഓഫീസിൽ തകർപ്പൻ പ്രകടനം നടത്തുന്ന ചിത്രം ഇതിനോടകം 60 കോടിക്ക് മുകളിൽ ആഗോള ഗ്രോസ് നേടിക്കഴിഞ്ഞു. റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിലും ഗൾഫിലും മികച്ച പ്രതികരണവും ഗംഭീര കളക്ഷനുമാണ് നേടുന്നത്. വിനായകൻ നായകനും മമ്മൂട്ടി പ്രതിനായകനുമായി എത്തുന്ന ചിത്രം അവരുടെ അസാമാന്യ പ്രകടനത്തിന്റെ മികവിലാണ് പ്രേക്ഷകരെ ഞെട്ടിക്കുന്നത്.